ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫ സീൻ ഷോട്ടിലോട്ട് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പം നമ്മുടെ നാളെയും മറ്റന്നേക്കായിട്ട് വരാനിരിക്കുന്ന നമ്മുടെ സാന്ത്വനം 2ൻ്റെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കേട്ടാലോ. നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകില്ല കേട്ടോ. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതേ ചാനലിൽ തന്നെ നമ്മൾ രാത്രി 9:30 നമ്മുടെ മഴതോരും മുമ്പ് പരമ്പര കൂടി ഇടുന്നുണ്ട്. അപ്പോൾ ഒരു ഫുൾ സപ്പോർട്ട് ഉണ്ടാകും എന്ന പ്രതീക്ഷയോട് തന്നെ സാന്ത്വനം 2ൻ്റെ കുറച്ച് നല്ല വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഇന്ദിരാമ്മ നമ്മുടെ ഗോമതിയെ കണ്ട് കാല് പിടിക്കുന്ന പോലെ പറയുകയാണ്. അതായത് അടുത്ത ഇറിങ്ങിന് പോകുമ്പോൾ കോടതിയിൽ എൻ്റെ ആദ്യത്തെ ചെറുമോനാണ് അലോക്, അവനെ ഇനി ജീവപര്യന്തം തടവിലോട്ട് വിടരുത് ഗോമതി. അതിന് വേണ്ടിയിട്ട് നീ എന്തെങ്കിലും ഒന്ന് ചെയ്യണം, ഇല്ലെങ്കിൽ നിൻ്റെ അമ്മയായ എൻ്റെ ജീവൻ പോലും ഉണ്ടാകും. കാരണം എനിക്ക് പിന്നെ ജീവിച്ചിരിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല, മനസ്സിലായില്ലേ? ആ കൃഷ്ണമംഗലത്ത് ഇപ്പോൾ അച്യുതനും രാജശ്രീയൊക്കെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്തൊക്കെയാണെന്ന് നിനക്കറിയാവോ? എത്രയാണെങ്കിലും അവൻ ഒരേ ഒരു ആൺകുട്ടിയല്ലേടി ഈ കുടുംബത്തിൽ. അവന് തെറ്റുകൾ വന്നുപോയി, പാളിച്ചകൾ വന്നുപോയി. പക്ഷെ അതെല്ലാം ഒന്ന് ക്ഷമിക്കാനായിട്ട് നീ ഇനിയെങ്കിലും അനുവിനോടും ബാലനോടും ഒക്കെ ഒന്ന് പറഞ്ഞ് ഈ കേസിന് ഒരു അറുതി വരുത്തണം എന്നിങ്ങനെ നമ്മുടെ ഇന്ദിരാമ്മ ചങ്ക് പൊട്ടി കരയുന്ന പോലെയാണ് നമ്മുടെ ഗോമതിയുടെ അടുത്ത് പറയുന്നത്. പക്ഷേ ഗോമതിക്ക് കരഞ്ഞുകൊണ്ട് കേട്ടോണ്ട് നിൽക്കുകയല്ലാണ്ട് അമ്മയെ സമാധാനിപ്പിക്കാനോ ഒന്നും പറ്റില്ല. എന്നിട്ടും ഗോമതി പറയുന്നുണ്ട്, അമ്മേ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, അവൻ ചെയ്ത ഓരോ ക്രൂരതകളും. അമ്മയുടെ ചെറുമോളാണ് അനു. എൻ്റെ കുട്ടിയുടെ ജീവിതം ഇതുപോലെ ചിന്ന ഭിന്നമാക്കി കളഞ്ഞതിനെ കുറിച്ചൊന്നും ആർക്കും ഒരു വിഷമമില്ല. ഞാൻ എങ്ങനെയാണ് അമ്മ ബാലേട്ടനോട് പറയുക എന്നൊക്കെ പറഞ്ഞ് ആകെ ഒരു സീനായിട്ട് അങ്ങനെ നിൽക്കാനുണ്ടോ. അങ്ങനെ കോടതി പോകാനുള്ള ദിവസം എത്തുകയാണ്. അപ്പം ഇതൊക്കെ നമ്മുടെ ഈ ഇന്ദിരാമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ഗോമതി വന്നിട്ട് നമ്മുടെ ബാലൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പം ബാലൻ ഗോമതിയെ വഴക്കു പറയാണ്. കാരണം നീ ഇനി ഇതിനെക്കുറിച്ച് സംസാരിച്ച് മോളുടെ ആ ഒരു ഇത് കളയരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. കാരണം അവന് വേണ്ടിയിട്ട് വാദിക്കാൻ നിനക്ക് നാണയില്ലേ ഗോമതി എന്നൊക്കെ നമ്മുടെ ബാലൻ പറയുന്നുണ്ട്. അങ്ങനെ കോടതിയിൽ കേസിൻ്റെ അന്ന് പോകുന്ന ദിവസം നമ്മുടെ വക്കീൽ വരുന്നുണ്ട്. വക്കീൽ വന്നു ആര്യനും നമ്മുടെ ഗോമതി ബാലനും അനുവും ഒക്കെ നിൽക്കുകയാണ്. അപ്പോൾ കേസിന് കുറച്ച് സമയം കൂടെ ഇനിയുണ്ട് വിളിക്കാനായിട്ട്. അതുകൊണ്ട് ഒന്നും കൂടെ അനുമോൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് നമ്മുടെ വക്കീൽ. അപ്പോൾ അതായത് അവരെ വക്കീൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ അനുമോള് വളരെ ധൈര്യത്തോടെ തന്നെ ആ തലേ ദിവസം നടന്ന കാര്യങ്ങൾ സ്പഷ്ടമായിട്ട് കോടതി മുന്നാകെ പറയണമെന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ ഗോമതി ആവുന്നത്ര പറയുന്നുണ്ട് ബാലൻ്റെ അടുത്ത് മാറി നിന്നിട്ട്, അതെ എങ്ങനെയെങ്കിലും ഈ കേസ് സോൾവ് ആക്കാൻ ബാലേട്ട, അവനെ ജീവപര്യന്തത്തിലോട്ടൊന്നും വിടണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും വകവയ്ക്കുന്നില്ല. അങ്ങനെ ഒടുവിൽ അനുവിനെ വിചാരണയ്ക്കായിട്ട് കോർട്ടിൽ കയറ്റി നിർത്തിയിരിക്കുകയാണ്. പക്ഷേ അനുവിൻ്റെ വക്കീൽ തന്നെ ചോദിച്ചിട്ട് അനുവിനൊന്നും പറയാൻ പറ്റില്ല. അനു ഇങ്ങനെ ബ്ലിങ്ക് അടിച്ച് അത് ഇന്നൊക്കെയുള്ള രീതിയിൽ വല്ലാണ്ട് ഭയപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ബാലൻ പോലും അതിശയിച്ച് പോകണം, അനു എന്തൊക്കെയാണ് ഈ പറയണത്, അവൾ കഴിഞ്ഞ ഒരു ഇതിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ട് ഇപ്പം എന്ത് പറ്റി എൻ്റെ മോൾക്ക്, ഇതിനെല്ലാം കാരണം ഗോമതിയാണെന്നും പറഞ്ഞിട്ട് ബാലൻ ഗോമതിയെ വഴക്ക് പറയണം കേട്ടോ. കണ്ടോ അവളുടെ മനസ്സ് പതറിപ്പോയിട്ടുണ്ട്, അതാണ് അവൾക്കൊന്നും പറയാൻ പറ്റാത്തത് എന്ന രീതിയിൽ. ആ സമയം തന്നെ നമ്മുടെ അലോകിൻ്റെ വക്കീൽ കിട്ടിയ അവസരം മുതലെടുക്കുകയാണ്. കണ്ടില്ലേ, കോടതി മുന്നാകെ ഓരോ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് ഒരു തരം, ഇപ്പം പറയുന്നത് വേറൊരു തരം. ഈ പ്രതിക്ക് പറയുന്നത് പോലും ഒരു ഉറപ്പില്ല എന്നുള്ളതൊക്കെ അവരുടെ വക്കീൽ അങ്ങ് നിരത്തിയാണ്. അവസാനം അനുവിന് ഒന്നും പറയാൻ പറ്റുന്നില്ല. അലോക് ചെയ്ത കാര്യങ്ങൾ പോലും അനുവിന് സമ്മതിച്ചു കൊടുക്കാൻ പോലും കോടതി പറ്റാത്ത ഒരു മാനസികാവസ്ഥയായിപ്പോയി. കാരണം എല്ലാം അനുവിൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് പോവാണ്. കാരണം അനു ഇപ്പോൾ അലോകിനെതിരെ ശക്തമായിട്ട് എതിർത്ത് കഴിഞ്ഞാൽ അലോക് പിന്നെ പുറം ലോകം കാണില്ല, അലോകിന് ജീവപര്യന്തം കിട്ടും. പക്ഷെ അതിൻ്റെ പിന്നിൽ വരുന്ന ഓരോ കേസ്, അതായത് തൻ്റെ മുത്തശ്ശി, അതുപോലെ അച്യുതൻ, അതുപോലെ രാജശ്രീ, ഇവരൊക്കെ എന്തെങ്കിലും കടും കയ്യൽ ചെയ്യും. അത് തനിക്ക് പിന്നെ അത് ഒട്ടും തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാവും. അപ്പോൾ അതൊക്കെ ചിന്തിച്ചിട്ടാണ് അനു ഈ രീതിയിൽ അങ്ങ് കേസ് ഒഴിവാക്കി ഒരു ഒഴിമറി പോലെ ഇങ്ങനെ വിടുന്നത് കേട്ടോ. അങ്ങനെ കോടതി എന്നെ പറയുന്നുണ്ട്, എന്തായാലും
ഈ കേസ് പരിഗണനയിൽ പോലും എടുക്കാൻ പറ്റില്ല. കാരണം അനുവിന് കാര്യങ്ങൾ വ്യക്തമാക്കാൻ കോടതി മുന്നാകെ പറ്റാണ്ട് വരികയാണ്. അതുകൊണ്ട് ആ കേസിനോട് വലിയ താല്പര്യം കോടതി കാണിക്കാണ്ട് അത് ഇതാക്കി വിടുകയാണ്. ആ സമയം നമ്മുടെ അലോകിന് ജാമ്യം കിട്ടുകയാണ്. അങ്ങനെ അലോക് ഇറങ്ങുകയാണ്. ആ അലോക് ആരാ മോൻ കോടതിയിൽ നിന്ന് ഇറങ്ങിയ സമയം തന്നെ അലോക് അനുവിനെ വെല്ലുവിളിക്കണം. അലോകിൻ്റെ രൂപവും ഭാവവും ആ മുഖവും സംസാരം പോലും മാറി. ഇത്രയും നേരം പതുങ്ങി, അതായത് അനുവിൻ്റെ ഒരു അനുകമ്പ കിട്ടാൻ വേണ്ടിയിട്ട് പതുങ്ങിയിരുന്നവൻ, എടി എന്നെ പോലീസുകാർ ഇടിച്ചപ്പോൾ ഞാൻ നക്ഷത്രങ്ങൾ ഞാൻ കണ്ടു. ആ ഓരോ ഇടിയുടെയും വേദന എന്താണെന്ന് നിന്നെ ഞാൻ കാണിച്ചു തരൂടെയെന്നും പറഞ്ഞ് അനുവിനെ വെല്ലുവിളിക്കുകയാണ് കേട്ടോ അലോക്. പക്ഷേ ഇതൊക്കെ എന്നിട്ട് അലോക് സന്തോഷിച്ച് തുള്ളിച്ചാടിയാണ് കൃഷ്ണമംഗലത്ത് വരുന്നത്. അപ്പോൾ അച്യുതൻ തൻ്റെ വക്കീൽ കണ്ടോ എൻ്റെ മകനെ ഇറക്കി എന്നുള്ള രീതിയിൽ ഭയങ്കര ഒരു എന്താ ചെണ്ടമേളം കൊട്ടി വരുന്ന കണക്കാണ് അലോകിനെയും കൊണ്ട് അച്യുതനൊക്കെ ഇങ്ങ് എത്തുന്നത്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവാണ്. അപ്പോൾ ആര്യന് ഇത് സഹിക്കാൻ പറ്റുന്നില്ല. ആര്യൻ പറഞ്ഞ്, എടാ എൻ്റെ പെങ്ങൾ അനു തന്ന പിച്ചയാടാ നിനക്കിപ്പോൾ കിട്ടിയ ജീവിതം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അച്യുതൻ പറഞ്ഞു, നീ പോടാന്ന് പറഞ്ഞ്, എൻ്റെ വക്കീൽ മിടുക്കനായതുകൊണ്ടാണ് എൻ്റെ മോനെ നീ മുറ്റത്ത് നിൽക്കണേന്ന് അച്യുതനും വാദിച്ചു. അപ്പോൾ ആര്യന് അതുപോലെ തന്നെ മറുപടി പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര വിഷമമായി. അപ്പം ബാലൻ നമ്മുടെ ഗോമതി ഒരുപാട് വഴക്ക് പറയണം. കാരണം വേറൊന്നുമല്ല, നീ ഒറ്റ ഒരാൾ കാരണമാണ് ഇന്ന് ഈ ഇത് വന്നത്, അല്ലെങ്കിൽ അവന് തക്ക ശിക്ഷ കിട്ടിന. അപ്പം ഗോമതി പറയുന്നുണ്ട്, വേണ്ട ബാലേട്ട, കാരണം ഇതിൻ്റെ പിന്നിൽ ഇനി നമ്മൾ എന്തൊക്കെ ദുരന്തങ്ങൾ നമ്മൾ കാണേണ്ടി വരും, നമ്മുടെ മോളുടെ തലയിൽ ആ ഒരു ദുരന്തവും കൂടെ വെക്കേണ്ട എന്ന രീതിയിൽ അങ്ങാക്കിയാണ്. പിന്നെ പതിയെ പതിയെ ദേവമംഗലത്ത് ഈ കേസൊക്കെ ഒന്ന് തേഞ്ഞ് മാഞ്ഞ് ഇങ്ങനെ വരെയാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്ന ഒരു സമയത്ത് ഒരു അവധി ദിവസം വരുന്നുണ്ടോ. അപ്പോൾ ആ അവധി ദിവസം എല്ലാവരും ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ദിവസത്തെ കണക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ദേവി കൂട്ടിക്കിഴച്ചൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ കൂട്ടിക്കിഴച്ച് ഇങ്ങനെ നോക്കണ സമയത്ത് ഒരു 5000 രൂപ കുറവ് വന്നിട്ടുണ്ട്. അപ്പോൾ ദേവിക്ക് ഒരു ഐഡിയയും കിട്ടണില്ല. അയ്യോ, ഇത് ഇനിയിപ്പോൾ ബാലച്ചൻ്റെ അടുത്ത് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലൊരു പൈസയുടെ കുറവ് വന്നതാണ്, ധർമ്മമാമൻ ഈ വീട് വിട്ട് ഇറങ്ങിപ്പോയത്, ഇതെങ്ങനെ ഞാൻ പറയും? പറയാതിരിക്കാനും പറ്റില്ല. ബാലച്ചനോട് എങ്ങനെ പറയാണ്ടിരിക്കും? 5000 രൂപയുടെ കുറവ് ഇതെങ്ങനെ സംഭവിക്കണത്? ഇതെങ്ങനെ പോയി? ഇനി ഞാൻ എന്തെങ്കിലും എഴുതി വച്ചതിൽ പറ്റിയ മിസ്റ്റേക്കാണോ എന്നൊക്കെ ഇങ്ങനെ ദേവി ചിന്തിക്കുകയാണ് കേട്ടോ. ആ സമയം ബാലൻ വന്നിട്ട് ചോദിച്ചു, അല്ല മോളെ, ഇന്നത്തെ കണക്കൊക്കെ ക്ലിയർ ആക്കിയോ? അത് ബാലച്ച എഴുതി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ബാലൻ അത് നോക്കുമ്പോൾ ഒരു 5000 രൂപയുടെ ലോസ് വരുന്നുണ്ട്. അപ്പോൾ ബാലൻ ചോദിക്കുകയാണ്, അല്ല മോളെ, ഒരു 5000 രൂപയുടെ കുറവ് വരുന്നുണ്ടല്ലോ, അതെന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. അത് അച്ഛ, അത് പിന്നെ ബാലച്ച, എനിക്കത് മനസ്സിലാവണില്ല, ഒരു 5000 രൂപയുടെ കുറവുണ്ടെന്ന് പറയുന്നുണ്ട്. ഇതെന്താ ഇവിടെ ഈ സംഭവിക്കുന്നത്? ഈ ഇടയായിട്ട് ഗോമതി സ്റ്റോറിൽ ഇല്ലാത്ത ഓരോ ശീലങ്ങളൊക്കെയാണല്ലോ പറഞ്ഞത്. ഈ പണമൊക്കെ എവിടെ പോണു? ഇതെന്താ ഇത്? ഇവിടെ എനിക്കൊന്നും മനസ്സിലാവണില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഗോമതി ബാലൻ്റെ അടുത്തോട്ട് ഓടി വരെയാണ്. നിങ്ങൾക്ക് എന്തായിരുന്നു ബാലേട്ടാ? എൻ്റെ സഹോദരൻ, എൻ്റെ അനുജൻ, എൻ്റെ ധർമ്മൻ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയെന്നും പറഞ്ഞല്ലേ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വഴക്കുണ്ടാക്കി എൻ്റെ ധർമ്മനെ ഈ വീട് വിട്ട് ഇറങ്ങി പോകാൻ കാരണക്കാരനായത് നിങ്ങളല്ലേ ബാലേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഗോമതി കുറേ അങ്ങോട്ട് ചാടേന്. അപ്പോൾ ബാലൻ പറഞ്ഞു, എൻ്റെ പൊന്നു ഗോമതി, അത് ധർമ്മനല്ല എടുത്തത് എന്നുള്ളത് എനിക്കറിയാം. പിന്നെ ഈ പണമൊക്കെ ഇത് എങ്ങോട്ടാണ് പോണത് എന്നും പറഞ്ഞ് ഗോമതി സംസാരിക്കുകയാണ്. അപ്പോൾ ആർക്കും ഒരു പിടുത്തം കിട്ടില്ല. മിത്രയുണ്ട്, മീനാക്ഷിയുണ്ട്, എല്ലാവരും നിൽക്കുകയാണ്. അല്ല, ഇതെന്താ ഇവിടെ സംഭവിക്കണേ? എനിക്ക് മനസ്സിലാവല്ല. അപ്പോഴേക്കും ബാലൻ നമ്മുടെ മീനുവിനോട് ചോദിക്കുന്നുണ്ട്, അല്ല മോളെ, ആകാശ് എന്തെങ്കിലും പൈസ എന്തെങ്കിലും നിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് തരിക അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? കാരണം പിന്നെ ആകാശാണല്ലോ കടയിലുള്ളത്, പിന്നെ രാമേട്ടനും. എന്തായാലും ദേവിയെ ബാലൻ സംശയിക്കില്ല, അത് ഉറപ്പായ കാര്യമാണ്. അങ്ങനെ ബാലൻ ഇങ്ങനെ ചോദിക്കണം, ആകാശ് ഇങ്ങനെ എന്തെങ്കിലും പൈസ? അയ്യോ ഇല്ല ചാ, അങ്ങനെ ആകാശ് അങ്ങനെ പണമൊന്നും അങ്ങനെ എടുക്കില്ല എന്ന് പറഞ്ഞു. എല്ലാവരുടെ മുമ്പിൽ അങ്ങനെ ചോദിച്ചത് സത്യം പറഞ്ഞാൽ മീനുവിന് വല്ലാത്തൊരു വിഷമം തന്നെ തോന്നുകയാണ്. അങ്ങനെ മീനു അത് ക്ലിയർ ചെയ്ത് തന്നെ കൊടുക്കണം, ഒരിക്കലും ആകാശേട്ടൻ അങ്ങനെ ചെയ്യില്ല എന്നുള്ളത് മീനു പറഞ്ഞ് മനസ്സിലാക്കണം. ഇല്ല മോളെ, എനിക്കറിയാം, ഞാൻ നിന്നോട് ഇങ്ങനെ ചോദിച്ചു എന്നൊന്നും അവനോട് പറയണ്ട, ഒന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചു എന്നുള്ളതേ ഉള്ളൂ, എനിക്ക് മനസ്സിലാവണല്ലോ ഇവിടെ ഇതെന്താ ഈ സംഭവിക്കണേന്ന്. അപ്പോഴാണ് മീനു പറയുന്നുണ്ട്, അച്ഛാ ഇനിയിപ്പോൾ ഏറ്റവും ബെറ്റർ ഒരു CCTV ക്യാമറ എന്തെങ്കിലും വെക്കുന്നതായിരിക്കും നല്ലത്. ക്യാമറ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത്രയും ബുദ്ധിമുട്ടില്ല, നമുക്ക് എന്താ കടയിൽ നടക്കുന്നതെന്നുള്ളത് അറിയാം. അത് മിത്രയും പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അങ്കിളെ അതാ ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ എന്നിങ്ങനെ പറയണം. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത ബാലൻ, ഞാൻ എന്തായാലും അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്, എന്തായാലും വരട്ടെ എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ ദേവി ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം.
എന്നാലും ആ കാശ് എവിടെ പോയി, എങ്ങോട്ട് പോയി എന്ന രീതിയിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേ സമയം നമ്മുടെ ആനന്ദ് കുളിച്ച് ഫ്രഷായി പതിവ് പോലെ റൂമിൽ ഇരിക്കുന്ന സമയത്ത് ആ മൊബൈലിൽ ഒരു ക്യാമറ കടയിൽ വെച്ചിട്ടുണ്ടല്ലോ. അപ്പം മൊബൈലിൽ അതെടുത്തൊക്കെ ഒന്ന് ചെക്ക് ചെയ്തൊക്കെ നോക്കുകയാണ്, എന്തായി, എന്തെങ്കിലും കാണുന്നുണ്ടോ എന്നൊക്കെയുള്ളത് ഇങ്ങനെ നോക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ ആനന്ദിനെ ഞെട്ടിച്ചുകൊണ്ട് എലി കെടിപ്പെട്ടി വീണ് കണക്കുള്ള ആ ഒരു കാഴ്ച കാണുന്നത്. അതായത് നമ്മുടെ ഉദയഭാനു പതിവ് പോലെ വരുന്നുണ്ട്. നല്ലൊരു ദിവസം നോക്കി അറിയാം എന്നൊക്കെയാണ് പൈസ ഉള്ളത് എന്നൊക്കെ നോക്കി. അങ്ങനെ ആ വരുന്ന ദിവസം നമ്മുടെ ബാലനും ദേവി ഇല്ലാത്ത സമയം നോക്കി കടയിൽ കയറുന്നുണ്ട്. അന്നേരം ആകാശും രാമേട്ടനും മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ കസ്റ്റമർ വന്ന് തിരക്കിലായപ്പോൾ നിങ്ങൾ കസ്റ്റമറെ നോക്കിയോ, ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാമെന്നും പറഞ്ഞ് ഉദയഭാനു അവിടെ ഇരിക്കുകയും കുറേ നമ്പറൊക്കെ അടിക്കുന്നുണ്ട്. അങ്ങനെ അവരെ രണ്ടുപേരുടെയും ശ്രദ്ധ മാറിയെന്ന് മനസ്സിലാക്കിയ ഉദയഭാനു ആ ഡ്രോ തുറന്ന് ഒരു 5000 രൂപ പോക്കറ്റിലാക്കിക്കൊണ്ട് കടക്കുന്ന സീനാണ്. ഇത് കണ്ട നമ്മുടെ ആനന്ദിന് ഇനി അങ്ങനെ വിട്ടുകൊടുത്താൽ പറ്റില്ല എന്ന് തീരുമാനിക്കുകയാണ്. അപ്പം നമ്മുടെ ദേവി ഈ സമയം റൂമിലോട്ട് കടന്നു വരികയാണ്. കടന്നു വന്ന ദേവി നേരെ എന്നാൽ ആ പണം എന്താ പറ്റിയത്, ആ പണം എങ്ങോട്ട് പോയി എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ആനന്ദ് ചോദിച്ചു, എന്തേ നിനക്ക് ഇത്രയേറെ ടെൻഷൻ, ഇന്നും കടയിൽ നിന്ന് പൈസ പോയിട്ടുണ്ടോ? ആ പോയിട്ടുണ്ട് ആനന്ദേട്ടാ, പോയിട്ടുണ്ട്, ഇന്നും പൈസ പോയിട്ടുണ്ട്. ഇതെന്താ സംഭവിക്കണമെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല ആനന്ദേട്ടാ. ഇന്ന് 5000 രൂപയുടെ കുറവാണ് കടയിൽ വന്നിക്കണേ. ബാലച്ചനോട് ഞാൻ എന്ത് പറയുമെന്ന് എനിക്കറിയില്ല. ബാലച്ചൻ കണ്ടു, ഇതിന് ഇനി എന്താ ഒരു സൊല്യൂഷൻ എന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോഴാണ് നമ്മുടെ ആനന്ദ് പറയുന്നത്, എടി മതിയടി നിൻ്റെ അഭിനയമൊക്കെ, എടി ആരാ ഇതെടുത്തതെന്ന് ഞാൻ കണ്ടുപിടിച്ചൂടി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ദേവിയൊക്കെ എന്താ ആനന്ദേട്ടാ ഈ പറയണത്? എടി പണം കടയിൽ നിന്ന് കട്ടെടുത്തുകൊണ്ടിരിക്കുന്ന കള്ളനെ ഞാൻ കണ്ടുപിടിച്ചു എന്ന്. അപ്പം ദേവിക്ക് ആരാ? ദേവിയുടെ മനസ്സിലൊരു ചെറിയൊരു സംശയമുണ്ട്. കാരണം തൻ്റെ അച്ഛൻ ഈ ഇടയായിട്ട് അടുത്തടുത്ത് വരുന്നുണ്ട് ഉദയഭാനു. ഇനി അച്ഛനെങ്ങാനും ആണോ എന്നൊരു ചിന്ത. കാരണം ഒരു പ്രാവശ്യം ദേവിയുടെ കണ്ണിൽ ഉദയഭാനു ഇങ്ങനെ ഡ്രോ തുറന്ന് നോക്കണ ഒരു സീന് ദേവിയുടെ മനസ്സിൽ ഉണ്ട്. അപ്പം അത് അച്ഛനെ തന്നെ ആയിരിക്കുമോ എന്നുള്ളൊരു തോന്നൽ നമ്മുടെ ദേവിക്ക് ഇങ്ങനെ ഉണ്ട്. ആ സമയത്താണ് ആനന്ദ് പറയണത്, ഞാനിതെല്ലാം കണ്ടുപിടിച്ചൂടി എന്ന് പറഞ്ഞിട്ട് നിനക്ക് കാണണ്ടേ, ഇന്ന് കാണടി എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. ദേവിയുടെ ചങ്ക് പൊടിഞ്ഞു പോവുകയാണ്. അതായത് തൻ്റെ അച്ഛൻ ഒരു കള്ളനെ പോലെ കടയിൽ വന്ന് പണം കട്ടെടുക്കണു. എടി എൻ്റെ ധർമ്മമാമൻ ഇന്ന് ഈ വീട് വിട്ട് പോകാൻ കാരണം ഈ പെരുങ്കള്ളനായ നിൻ്റെ അച്ഛനാടി എന്ന് പറഞ്ഞ് ആനന്ദ് അങ്ങ് ഭയങ്കര ഷോ ഇറക്കണം. അപ്പം ഇവരുടെ റൂമിൽ ഭയങ്കര ബഹളം കേട്ടിട്ട് നമ്മുടെ ബാലനും ഗോമതി മീനും ഇത്രയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം കുറച്ചായിട്ട് ഇവരുടെ രണ്ടുപേരുടെയും പെരുമാറ്റത്തിലൊക്കെ അല്ലെങ്കിൽ തന്നെ നമ്മുടെ മീനാക്ഷി ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയോ ഒരു മാറ്റങ്ങൾ, കുഞ്ഞ് മരിച്ചതിൻ്റെയൊക്കെ ഒരു ഹാങ് ആയിരിക്കും എന്ന രീതിയിൽ അവരെ അങ്ങോട്ട് ഇതാക്കാനായിട്ട് നിന്നില്ല. അപ്പം ഈ ഒരു ഒച്ചയും ബഹളവും കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ ഗോമതിയും ബാലനും ചെന്ന് റൂമിൽ ചെന്ന് ആനന്ദേ റൂം തുറന്നേന്നും പറഞ്ഞിട്ട് അവർ റൂമിൽ തട്ട കേട്ടോ. അപ്പോൾ ഈ സമയം നമ്മുടെ ദേവി കാല് പിടിക്കും പോലെ ആനന്ദിൻ്റെ കാല് പിടിക്കുകയാണ്. അതായത് ആനന്ദേട്ടാ, അച്ഛനോടും അമ്മയോടൊന്നും പ്ലീസ് പറയല്ലേ, എൻ്റെ അച്ഛനെ കള്ളനാക്കല്ലേ, പ്ലീസ് ആനന്ദേട്ടാ, എൻ്റെ അച്ഛനെ കള്ളനാക്കി പറയല്ലേ എന്നും പറഞ്ഞ് നമ്മുടെ ദേവി കാല് പിടിക്കുന്ന ഒരു രംഗമാണ് കേട്ടോ. പക്ഷേ നമ്മുടെ ആനന്ദ് മാറടി എൻ്റെ മുമ്പിൽ നിന്ന്, ഇത്രയും നാൾ എൻ്റെ അച്ഛനെ, എൻ്റെ കുടുംബത്തെ, എൻ്റെ മാമനെ ഉൾപ്പെടെ നീയും നിൻ്റെ അച്ഛനും കൂടെ ചേർന്ന് ചീറ്റ് ചെയ്തിട്ട് ഇനി ഞാനത് കണ്ണടച്ച് വിശ്വസിക്കണം അല്ലേടി, മാറി നിൽക്കടി എന്ന് പറഞ്ഞിട്ട് ഡോറ് തുറക്കുകയാണ്. ഈ ഡോറ് തുറക്കുമ്പോൾ നമ്മുടെ ബാലനും നമ്മുടെ ഗോമതിയും കടന്നു വരികയാണ്. എന്നിട്ട് ചോദിക്കും, എന്താ മോനെ ഇവിടെ, എന്താ പ്രശ്നം, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വിഷയമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അച്ഛാ വിഷയം വേറൊന്നുമില്ല, അച്ഛൻ്റെ ഗോമതി സ്റ്റോറിലെ കുറച്ചായിട്ട് പണം കട്ട് പോകുന്നുണ്ടല്ലോ, ഒരു കള്ളൻ പണം കട്ടെടുക്കുന്നുണ്ട്, അതാരാണെന്ന് അച്ഛനറിയോ? അപ്പോൾ ബാലൻ പറയും, നീ എന്തൊക്കെയാണ് ഈ പറയണത് മോനെ? അപ്പോൾ ആനന്ദ് പറയുന്നുണ്ട്, അതേ അച്ഛാ, ആ കള്ളനെ ഈ ആനന്ദ് കണ്ടുപിടിച്ചു എന്ന് പറയുന്നുണ്ട്. ആരാ അത്? ആരാ അങ്ങനെ പണം കട്ടെടുത്തേ? നീ പറയാ ആനന്ദേന്ന് ഗോമതിയും ചോദിക്കുകയാണ്. അത് മറ്റാരുമില്ല, ദേ ഈ നിൽക്കുന്ന ദേവിയുടെ അച്ഛൻ ഉദയഭാനു എന്ന് പറയുന്ന പെരും കള്ളൻ. ആ കള്ളനെ നമ്മുടെ ഗോമതി സ്റ്റോറിന് ഇത്രയും നാൾ പണം കട്ടെടുത്തുകൊണ്ടിരുന്നത്. നമ്മുടെ ധർമ്മമാവനെ പോലും കള്ളനാക്കിയത് ഇവളുടെ അച്ഛനായ പെരും കള്ളൻ ഉദയഭാനു. അപ്പോഴേക്കും നമ്മുടെ ബാലൻ ചോദിക്കും, നീ എന്താടാ പറയണത്? ഉദയഭാനു സാറോ? സാറിനെ കുറിച്ചാണോ നീ ഈ പറയണത് എന്നും പറഞ്ഞുകൊണ്ട് ബാലൻ ഭയങ്കര ഇതായിട്ട് ഷൗട്ട് ചെയ്യണ്. അപ്പോഴേക്കും അച്ഛൻ എന്താ മനസ്സിലാക്കിയിരിക്കണത്? അവനും അവൻ്റെ മോളും കൂടെ എന്നെയും നമ്മുടെ ഈ കുടുംബത്തെയും ഏതെല്ലാം രീതിയിൽ ചീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാവോ?
എവിടെ ഒരു പണം ഒരു 5 പൈസ പോലും ഇല്ലാത്ത അയാൾ നമ്മുടെ തലയിൽ ഇവളെ കെട്ടിവെച്ചു. അതും അങ്ങനെ നമ്മുടെ ആനന്ദിൻ്റെ മനസ്സിലുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും തുറന്നു പറയണേ. എന്നിട്ട് ഉദയഭാനുവിനെ കുറിച്ച് വളരെ മോശമായിട്ട് എന്നെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മുടെ ദേവി ഒന്നും മിണ്ടാണ്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കണം കേട്ടോ. എന്ത് പറയണം അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വിങ്ങി പൊട്ടി കരയാണ് ദേവി. അപ്പം മീനും മിത്രയൊക്കെ ചോദിക്കുന്നത് എന്താ ദേവിയേട്ടത്തി ഈ പറയണേ, ദേവിയേട്ടത്തി എന്താ ഒന്നും മിണ്ടാത്തത് എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. അപ്പം ഈ ആനന്ദിൻ്റെ ഉദയഭാനുവിനെ കുറിച്ചുള്ള അത്രയും മോശമായിട്ട് പറയണ കേൾക്കുമ്പോൾ ഗോമതി വന്ന് ഒരൊറ്റ അടി ആനന്ദിന് കൊടുക്കുന്നു. നീ എന്തൊക്കെയാടാ പറയണേ, നീ ആരെക്കുറിച്ചാണ് പറയണേന്നൊരു ബോധം നിനക്കുണ്ടോ? അപ്പോഴേക്കും ആനന്ദ് പറയാം, അമ്മ എന്നെ തല്ലിയല്ലേ, അമ്മയ്ക്ക് എന്താ വേണ്ട, എനിക്ക് ബോധമുണ്ടോന്നല്ലേ, എന്നെയും അച്ഛനെയും അമ്മയും നമ്മളെ എല്ലാവരെയും എവളുടെ അച്ഛനും ഒക്കെ ചതിക്കിയിരുന്നമ്മ. അത്രയ്ക്ക് വൃത്തികെട്ട ഒരു നീച കുടുംബമാണ് അമ്മ ഇവളുടേത്. ഞാൻ ഇത്രയും നാളെ എല്ലാം ഉള്ളിലൊതുക്കി നടക്കുകയായിരുന്നു, പക്ഷേ ഇനി അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആനന്ദ് പറഞ്ഞു, നിങ്ങൾക്ക് തെളിവല്ലേ വേണ്ടത്, നിങ്ങൾക്ക് തെളിവല്ലേ, ഞാൻ വാഗൊണ്ട് പറയണല്ല, നിങ്ങൾക്ക് ഞാൻ തെളിവ് തരാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആനന്ദിൻ്റെ മൊബൈലിൽ ആ വീഡിയോ രംഗം കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. എല്ലാവരും അന്തം വിട്ട് നിൽക്കുകയാണ്. ദേവി പൊട്ടിക്കരഞ്ഞുകൊണ്ട് റൂമിലോട്ട് കടന്നു പോകാൻ കേട്ടോ. കാരണം ദേവിക്ക് വല്ലാത്തൊരു വിഷമമായിപ്പോയി. എത്രയാണെങ്കിലും സ്വന്തം അച്ഛനാണല്ലോ, ഒരു തെറ്റ് ചെയ്തു, കള്ളനാണ്, സമ്മതിച്ചു. പക്ഷേ എങ്കിലും ആ ഒരു തെറ്റ് എല്ലാവരുടെയും മുന്നിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ ആ മകളെന്ന രീതിയിൽ കാരണം ദേവി ഈ കള്ളത്തരത്തിലൊന്നും ഒരു തെറ്റും അതിൽ തെറ്റുകാരിയല്ല, ദേവി അതിൽ ഒരു പങ്കാളി പോലും അല്ല. അങ്ങനെ ദേവി ചങ്ക് പൊട്ടി നിലവിളിക്കും പോലെ അങ്ങ് നിലവിളിക്കുക കേട്ടോ. ദേവിക്ക് എന്ത് പറയണമെന്ന് അറിഞ്ഞിട്ട്. അപ്പോൾ ഗോമതി ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, മോളെ എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്, ഇതിലെന്തെങ്കിലും എന്താ സത്യാവസ്ഥ, ഉദയഭാനു സാർ അങ്ങനെയാണോ? അപ്പോൾ ബാലൻ്റെ മനസ്സിൽ ചില ഇതൊക്കെ വരെയാണ്. കാരണം ഒരു സമയത്ത് ബാലൻ്റെ ഉള്ളിലും ഈ ഒരു തോന്നൽ ഇങ്ങനെ വന്നായിരുന്നു, അതായത് ഉദയഭാനു സാറാണോ ഇനി എന്തെങ്കിലും ആവശ്യത്തിന് എടുത്താണോ. അപ്പം ബാലൻ നമ്മുടെ ആനന്ദിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതായത് ആനന്ദ് ചിലപ്പോൾ സാർ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുത്തതാണെങ്കിലോ എന്നിങ്ങനെ ചോദിക്കണോ. അപ്പോൾ ആനന്ദ് പറയും, സാറോ, അച്ഛന് നാണാവുന്നില്ലേ, നമ്മളെ വിഡ്ഢികളാക്കിക്കൊണ്ട് അവൻ്റെ ഒരു പണക്കാരൻ അഭിനയം, അവൻ അവിടെയുണ്ട് ബിസിനസ്, ഇവിടെയുണ്ട് ബിസിനസ്, 100 കാര്യങ്ങൾ, അച്ഛനൊന്ന് നിർത്താവോ ഉദയഭാനു, അവൻ്റെ പേരിവിടെ മിണ്ടിപ്പോകരുത് എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ കാര്യങ്ങളൊക്കെ ആകെ ഒരു വല്ലാത്ത ഇതിലാണ്. അപ്പോൾ ദേവിക്ക് ഒന്നും പറയാനില്ല. അങ്ങനെ നമ്മുടെ ബാലനും നമ്മുടെ ഗോമതിയും നമ്മുടെ ഉദയഭാനുവിൻ്റെ സത്യങ്ങളൊക്കെ, ആ കള്ളത്തരങ്ങളെല്ലാം, ഉദയഭാനു ചെയ്ത കള്ളത്തരങ്ങളെല്ലാം മനസ്സിലാക്കി എടുക്കുന്ന ഒരു സീനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ദേവി മിക്കവാറും ദേവമംഗലത്ത് നിന്നും പുറത്താവുകയാണ്. അതായത് കള്ളനെ പിടിച്ചു, ആ പേരിൽ ആ കള്ളൻ്റെ മകളായ ദേവിയും അതിനോടൊപ്പം കുടുംബത്തിൽ നിന്ന് പുറത്താകും എന്നുള്ള സീനിലാണ് ഇപ്പോൾ കൊണ്ട് നിർത്തുന്നത്. മിക്കവാറും നാളെയും മറ്റന്നായിട്ടാണ് ഈ പറഞ്ഞ സീനുകളൊക്കെ വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഇനിയിപ്പോൾ നമ്മുടെ അനുമോൾ നമ്മുടെ അലോകിൻ്റെ ഒരുപാട്, അതായത് അലോക് ഇനിയിപ്പം പഴയ അലോകായി തന്നെ ഉയർത്തെഴുന്നേറ്റ് വരുന്ന സീനും കാര്യങ്ങളൊക്കെയാണ്. പൂച്ചയെ പോലെ ഇരുന്നിട്ട് അല്ലേ, ആ ഒരു സീനൊക്കെ ഇനി വരാൻ പോണേ ഉള്ളൂ. അതായത് വെല്ലുവിളിയാണ് അലോക് ഇനി കാണിച്ച് കൂട്ടുന്ന ഓരോ ഇതും നമ്മൾ ഇനി കാണേണ്ട രംഗങ്ങളാണ്. നമുക്ക് അതിനായൊക്കെ കാത്തിരിക്കാം അല്ലേ. അപ്പം എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കേട്ട് കഴിഞ്ഞിട്ട് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകണ്ട കേട്ടോ. സ്കിപ്പ് ചെയ്യാണ്ട് കേൾക്കണം കേട്ടോ, കാരണം നിങ്ങളുടെ ഒരു സപ്പോർട്ട് വേണം. താങ്ക് യു, ബൈ ബൈ.